മെട്രിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിലെ അടുത്ത ഒരു ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്. ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ഓർ ഡിഫെക്ട്സ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് പഠിച്ചതാണ് അല്ലെ. 1 ഡയമെൻഷണൽ പാക്കിംഗ്, 2 ഡയമെൻഷണൽ പാക്കിംഗ്, 3 ഡയമെൻഷണൽ പാക്കിങ്ങിലൊക്കെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസിനെയാണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് അല്ലെങ്കിൽ ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ്, ഓക്കെ, അതാണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് അല്ലെങ്കിൽ ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ the defects are basically irregularities in the arrangement of constituent particles. Okay, അപ്പോൾ the defects are of two types, namely point defects and line defects. അപ്പോൾ ഈ പറയുന്ന ഡിഫെക്ട്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, പോയിന്റ് ഡിഫെക്ട്സ് എന്നും ലൈൻ ഡിഫെക്ട്സ് എന്നും. അപ്പോൾ ഇതിലാദ്യം പോയിന്റ് ഡിഫെക്ട്സ് എന്താണെന്ന് നോക്കാം. പോയിന്റ് ഡിഫെക്ട്സ് are the irregularities or deviations from ideal arrangement around a point or an atom in a crystalline substance. അതായത് ഒരു സോളിഡ് സബ്സ്റ്റൻസ്, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ് എടുക്കാം. ക്രിസ്റ്റലൈൻ സോളിഡിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലുള്ള പാർട്ടിക്കിളിന് ഡീവിയേഷൻ വരുന്നു, വ്യത്യാസം വരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റം, ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലെ ഒരു ആറ്റമോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പാർട്ടിക്കിളിനെയൊക്കെ ഇറഗുലാരിറ്റീസ് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോയിന്റ് ഡിഫെക്ട്സ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഡിഫെക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്: സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ്, ഇംപ്യൂരിറ്റി ഡിഫെക്ട്സ് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ്. അപ്പോൾ ഈ പോയിന്റ് ഡിഫെക്റ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ് എന്നും, ഇംപ്യൂരിറ്റി ഡിഫെക്ട്സ് എന്നും, പിന്നെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ് എന്നും. രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ലൈൻ ഡിഫെക്ട്സ്. ലൈൻ ഡിഫെക്ട്സ് എന്ന് പറയുന്നത് are the irregularities or deviations from the ideal arrangement in entire rows of a lattice points. അതായത് നമ്മൾ പാക്കിങ്ങിലൊക്കെ പറഞ്ഞു പാർട്ടിക്കിൾസ് ഒരു റോ പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് പോകുന്നു. അങ്ങനെ ഒരു റോ മൊത്തത്തിലുമാണ് ഒരു ഡീവിയേഷൻ വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലൈൻ ഡിഫെക്ട്സ്. അപ്പോൾ പോയിന്റ് ഡിഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലുള്ള പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ആറ്റംസിനൊക്കെ ഡീവിയേഷൻ വരുവാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? പോയിന്റ് ഡിഫെക്റ്റ് എന്ന് പറയും. ഇനി ഒരു എൻ്റയർ റോ മൊത്തം, ഒരു റോ മുഴുവൻ എന്തുണ്ട് ഡീവിയേഷൻ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലൈൻ ഡിഫെക്ട്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ പോയിന്റ് ഡിഫെക്ട്സിന് തന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു: സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് പോയിന്റ് ഡിഫെക്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ 3 ആണെന്ന് കണ്ടു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ വരും എന്നുള്ളതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. പോയിന്റ് ഡിഫെക്ട്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഡിഫെക്റ്റിൽ ആദ്യമുള്ളത് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ് ആണ്. അപ്പോൾ എന്താണ് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റ് എന്ന് നോക്കാം. These are the point defects that do not disturb the stoichiometry of the solid. അപ്പോൾ സ്റ്റോഷിയോമെട്രി എന്ന് എന്താണെന്ന് അറിയണം. ഒരു ക്രിസ്റ്റലിന്റെ അല്ലെങ്കിൽ ഒരു സോളിഡിന്റെ സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത് അതിലുള്ള പാർട്ടിക്കിൾസിന്റെ റേഷ്യോ ആണ് അല്ലെങ്കിൽ കോമ്പോസിഷൻ ആണ് അല്ലെ. റേഷ്യോ ഓഫ് അയോൺസ് ആണെങ്കിൽ റേഷ്യോ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ്, വേറെ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ റേഷ്യോ, അതായത് ആ ക്രിസ്റ്റലിന്റെ കോമ്പോസിഷനെയാണ് അവിടെ സ്റ്റോഷിയോമെട്രി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബാധിക്കാത്ത തരത്തിലുള്ള ഡിഫെക്ട്സ് ആണ് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ രണ്ട് പേരുകളാണ്. ദേ ആർ ആൾസോ കാൾഡ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫെക്ട്സ്. ഓക്കെ, ബേസിക്കലി ദീസ് ആർ ഓഫ് 2 ടൈപ്സ്. അതിനെ തന്നെ പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സിനെ തന്നെ പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: വേക്കൻസി ഡിഫെക്ട്സ് ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫെക്ട്സ്. വേക്കൻസി ഡിഫെക്റ്റ് എന്നും ഇൻഡസ്ട്രീഷ്യൽ ഡിഫെക്റ്റ് എന്നും പിന്നെയും സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. വേക്കൻസി ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫെക്ട്സ് ഷോൺ ബൈ നോൺ അയോണിക് സോളിഡ്സ്. അപ്പോൾ ഈ രണ്ട് ഡിഫെക്റ്റും കാണിക്കുന്നത് നോൺ അയോണിക് സോളിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഡിഫെക്റ്റ് എന്താണെന്ന് നോക്കാം: വേക്കൻസി ഡിഫെക്റ്റ്. അപ്പോൾ വെൻ സം ഓഫ് ദി ലാറ്റിസ് സൈറ്റ്സ് ആർ വേക്കൻറ്റ്, അതായത് ലാറ്റിസ് സൈറ്റ് നമ്മൾ പറഞ്ഞു, ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് എന്നതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലുള്ള ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെയാണെന്ന്. ക്രിസ്റ്റൽ ലാറ്റിസ് പഠിച്ചായിരുന്നു മുൻപ്, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ലാറ്റിസ് സൈറ്റ്, ലാറ്റിസ് പോയിന്റ് എന്താണെന്ന്. അതിലുള്ള ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെയും ആണ് ലാറ്റിസ് സൈറ്റ്സ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ
കുറച്ച് പാർട്ടിക്കിൾസ് വേക്കൻ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ കുറച്ച് പാർട്ടിക്കിൾസ് വേക്കൻ്റ് ആയിരിക്കും, അതിനെയാണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ സം ഓഫ് ദി ലാറ്റിസ് സൈറ്റ്സ് ആർ വേക്കൻ്റ്, അപ്പോൾ കുറച്ച് പാർട്ടിക്കിൾസ് മിസ്സാവും. നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു ഫിഗറിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ട് സ്ഥലത്ത് ലാറ്റിസ് സൈറ്റ്സ് വേക്കൻ്റ് ആണ്, അതായത് പാർട്ടിക്കിൾസ് വേക്കൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇല്ല, ഇവിടെ വേക്കൻ്റ് ആണ്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇല്ല, വേക്കൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ആണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. അതായത് പാർട്ടിക്കിൾസ് മിസ്സാകുമ്പോൾ മാസ് കുറയുമല്ലേ, പാർട്ടിക്കിൾസ് മിസ്സാകുമ്പോൾ അല്ലെങ്കിൽ വേക്കൻ്റ് ആകുമ്പോൾ മാസ് കുറയും, അതുകൊണ്ട് ഡെൻസിറ്റിയിൽ കുറവ് വരും. ദിസ് ഡിഫക്റ്റ് ക്യാൻ ആൾസോ ഡെവലപ്പ് വെൻ എ സബ്സ്റ്റൻസ് ഈസ് ഹീറ്റഡ്. അപ്പോൾ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ഏത് വരാം, വേക്കൻസി ഡിഫക്റ്റ് വരാം. പാർട്ടിക്കിൾസ് മിസ്സായിട്ട് വേക്കൻസി ഡിഫക്റ്റ് വരാം. ഓക്കെ, അപ്പോൾ വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലാറ്റിസ് സൈറ്റ്സ് വേക്കൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്, അതായത് പാർട്ടിക്കിൾസ് മിസ്സാവുന്നു. ഇത്തരത്തിലുള്ള ഡിഫക്ട്സ് ആണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസ് മിസ്സാവുന്നത് കൊണ്ട് മാസിൽ വേരിയേഷൻ വരുന്നതിന്റെ ഭാഗമായിട്ട് ഡെൻസിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പിന്നെ ഈ ഡിഫക്റ്റ് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് വേക്കൻസി ഡിഫക്റ്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർക്കണം, ലാറ്റിസ് സൈറ്റ്സ് വേക്കൻ്റ് ആവുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അപ്പോൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയുന്ന ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്നൊക്കെ പറയും. അതായത് ഈ പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്കുള്ള ആ ഒരു സ്പേസിനെയാണ്, അതായത് ഈ കാണുന്ന ഇതിന്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഈ സ്പേസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ നോക്കാം. വെൻ സം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, ആറ്റംസ് ഓർ മോളിക്യൂൾസ് occupy an interstitial site. അതായത് പാർട്ടിക്കിൾസ് ഈ പറയുന്ന റെഗുലർ അറേഞ്ച്മെന്റ് നോക്കുവാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ രണ്ട് പാർട്ടിക്കിൾ എന്തുണ്ട്, ഇതിന്റെ ഇടയ്ക്കൊക്കെ കയറി വന്നിട്ടുണ്ട്, കണ്ടോ, ഈ രണ്ട് പാർട്ടിക്കിളിന്റെ ഇടയ്ക്ക് കയറി വന്നേക്കുവാണ്. അപ്പൊ ഇത്തരത്തിൽ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ ആ പാർട്ടിക്കിൾസ് വന്ന് ഒക്കുപ്പൈ ചെയ്യുന്ന ഡിഫക്റ്റ് ആണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അപ്പോൾ ഇതിന്റെ റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഈ രീതിയിലുള്ളതാണ്, പക്ഷേ അതിനേക്കാളും എന്ത് ചെയ്യുന്നു, വേറെ കുറച്ച് പാർട്ടിക്കിളും കൂടി അതിന്റെ ഇടയിലേക്ക് വന്നിട്ട് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ ഒക്കുപ്പൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. വെൻ സം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് occupy an interstitial site, the crystal is said to have interstitial defect. This defect increases the density of the substance. കാര്യം കുറച്ചും കൂടി പാർട്ടിക്കിൾ വന്ന് അതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ ഒക്കുപ്പൈ ചെയ്യുവാണ്, അപ്പോൾ അതിന്റെ മാസ് കൂടും. മാസ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഡെൻസിറ്റിയും കൂടും, അതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് തരം ഡിഫക്ട്സ്, വേക്കൻസി ഡിഫക്റ്റ്, ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ വേക്കൻസി ഡിഫക്റ്റ് ആകുമ്പോൾ ലാറ്റിസ് സൈറ്റ്സ് വേക്കൻ്റ് ആവുന്നു, പാർട്ടിക്കിൾസ് മിസ്സാവുന്നു. അപ്പോൾ പാർട്ടിക്കിൾസ് മിസ്സാവുന്നതുകൊണ്ട് ആ ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്, അവിടെ പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്നു. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലും കൂടെ പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് ആ ക്രിസ്റ്റലിന്റെ മാസ് കൂടുന്നു, അതിന്റെ ഭാഗമായിട്ട് ഡെൻസിറ്റിയും കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സംഭവിക്കുന്നത് നോൺ അയോണിക് സോളിഡ്സിലാണ്. ഇനി അയോണിക് സോളിഡ്സിൽ തന്നെ സംഭവിക്കുന്ന രണ്ട് ഡിഫക്റ്റും കൂടി ഉണ്ട്. അതിനെ പറയുന്ന പേര് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്നാണ്. നോൺ അയോണിക് സോളിഡ്സിൽ സംഭവിക്കുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഒന്നുകൂടെ ഉണ്ട്, ഷോട്ട്കി ഡിഫക്റ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോട്ട്കി ഡിഫക്റ്റും. അതിലാദ്യം ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. This defect is shown by ionic solids. The smaller ion, usually cation. അപ്പോൾ നമ്മൾ ആനിയോണും കാറ്റിയോണും സൈസ് കമ്പയർ ചെയ്യുമ്പോൾ കാറ്റിയോണിനായിരിക്കും സൈസ് കുറഞ്ഞിരിക്കുന്നത്. കാര്യം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാറ്റിയോണിനാണ് കൂടുതൽ, അതുകൊണ്ട് കൂടുതൽ അട്രാക്ഷൻ വരുന്നതിന്റെ ഭാഗമായിട്ട്, ഇലക്ട്രോണിന്മേൽ കൂടുതൽ അട്രാക്ഷൻ വരുന്നതിന്റെ ഭാഗമായിട്ട് ആ പറയുന്ന അയോൺ സൈസ് കുറയും. ഇപ്പോൾ സ്മാളർ അയോൺ, യൂഷ്വലി കാറ്റിയോൺ, is dislocated from its normal site to an interstitial site. ഈ പറയുന്ന കാറ്റിയോൺസ് അതിരിക്കുന്ന നോർമൽ സൈറ്റിൽ നിന്ന് ഇളകി മാറി എങ്ങോട്ട് പോകും, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പോകും, അതായത് അയോൺസിന്റെ ഇടയ്ക്ക് പോയി ഇരിക്കും. ഓക്കെ, അത് നോക്കാം. ദാ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ദാ ഇവിടെ ഒരു കാറ്റിയോൺ മിസ്സിംഗ് ആണ്, ഇവിടെ ഒരു കാറ്റിയോൺ മിസ്സിംഗ് ആണ്. ആ കാറ്റിയോൺ എവിടെ ഉണ്ട്, ഏതാണ്ട് ഇതിന്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്നുണ്ടോ.
ഈ പാർട്ടിക്കിൾസിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അയോൺസിന്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്നു, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഇരിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ രീതിയിൽ കാറ്റിയോൺ അതിന്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് ഇളകി അതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ പോയി ഒക്യുപ്പൈ ചെയ്യുവാണെങ്കിലാണ് അതിനെ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ബാക്കി കാര്യങ്ങൾ. ഇറ്റ് ക്രിയേറ്റ്സ് എ വേക്കൻസി ഡിഫക്റ്റ് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ സൈറ്റ് ആൻഡ് ആൻ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് അറ്റ് ഇറ്റ്സ് ന്യൂ ലൊക്കേഷൻ. അതായത് ആ പാർട്ടിക്കിൾസ് മിസ്സായി, ഇവിടുന്ന് ആ ഒരു അയോൺ മിസ്സായി. അപ്പൊ മിസ്സാവുന്ന സ്ഥലത്ത് എന്ത് വരും? വേക്കൻസി ഡിഫക്റ്റ് വരും. ഇവിടെ വേക്കൻസി ഡിഫക്റ്റും വരും. അത് പോയി ഇരിക്കുന്ന പുതിയ സ്ഥലത്ത്, അത് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലാണ് പോയി ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത് എന്തും വരും? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും വരും. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഡിഫക്റ്റും വരും. ഇവിടെ വേക്കൻസി ഡിഫക്റ്റ്, മിസ്സായ സ്ഥലത്ത് വേക്കൻസി ഡിഫക്റ്റും, അത് പോയി ഇരിക്കുന്ന ആ പുതിയ സ്ഥലത്ത് എന്തും വരും? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും വരും. ഓക്കെ, ഫ്രെങ്കൽ ഡിഫക്റ്റ് ഈസ് ആൾസോ കാൾഡ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. മറ്റൊരു പേരാണ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഡെൻസിറ്റി ഓഫ് ദി സോൾഡ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഡെൻസിറ്റി ഒന്നും മാറുന്നില്ല. പാർട്ടിക്കിൾസ് അവിടെ നിന്ന് ഇളകി അതിൽ തന്നെ ഉണ്ട്, മിസ്സായിട്ടില്ല, വേറൊരു സ്ഥലത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് മാസിൽ വേരിയേഷൻ ഒന്നും വരത്തില്ല, അതുകൊണ്ട് ഡെൻസിറ്റിയിലും ചേഞ്ച് വരത്തില്ല. പിന്നെ ഫ്രെങ്കൽ ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സബ്സ്റ്റൻസ് in which there is a large difference in the size of ions. അതായത് നേരത്തെ പറഞ്ഞു കാറ്റയോൺസിന്റെ സൈസ് വളരെ കുറവായിരിക്കുകയും ആനിയോൺസിന്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അയോണിക് സോളിഡ്സിലാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ് ആൻഡ് സിൽവർ അയഡൈഡ് ഡ്യൂ ടു സ്മാൾ size of Zn2 plus ion and Ag plus ions. ഓക്കെ, അപ്പൊ ഇതിൽ ആലോചിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് കാണിക്കുന്നത് അയോണിക് സോളിഡ്സ് ആണ്. അതിലെ കാറ്റയോൺസിനായിരിക്കും സ്മാളർ സൈസ്. അപ്പൊ കാറ്റയോൺസ് അതിരിക്കുന്ന നോർമൽ പൊസിഷനിൽ നിന്ന് മാറി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ പോയി ഒക്യുപ്പൈ ചെയ്യും. അങ്ങനെ ഒക്യുപ്പൈ ചെയ്യുന്ന സമയത്ത് അതിരിക്കുന്ന അതിന്റെ നോർമൽ സൈറ്റിൽ എന്ത് വരും? വേക്കൻസി ഡിഫക്റ്റും വരും. അത് പോയി ഇരിക്കുന്ന പുതിയ ഒരു സൈറ്റിൽ എന്തും വരും? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും വരും. അപ്പോൾ ഇതിൽ എന്ത് വരുന്നില്ല? ഡെൻസിറ്റിയിൽ വേരിയേഷൻ വരുന്നില്ല, കാര്യം അയോൺ മിസ്സാവുന്നില്ല. പിന്നെ അത് കാണിക്കുന്നത് കാറ്റയോണിന്റെ സൈസ് കുറവും ആനിയോണിന്റെ സൈസ് വളരെ കൂടുതലുമായിരിക്കുന്ന നോൺ അയോണിക് സോൺ, അതായത് ലാർജ് ഡിഫറൻസ്, ആനിയോൺസിന്റെ സൈസും കാറ്റയോൺസിന്റെ സൈസിലും ലാർജ് ഡിഫറൻസ് വരുന്ന അയോണിക് സോളിഡ്സിലാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് വരുന്നത്. എക്സാമ്പിൾസും കൂടി നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഷോട്ട്കി ഡിഫക്റ്റ്. ഇതും അയോണിക് സോളിഡ്സിൽ തന്നെ ഉള്ളതാണ്. നോക്കാം. ഇറ്റ് ഈസ് ബേസിക്കലി എ വേക്കൻസി ഡിഫക്റ്റ് ഇൻ അയോണിക് സോളിഡ്സ്. ഇതും വേക്കൻസി ഡിഫക്റ്റ് തന്നെയാണ്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ദ നമ്പർ ഓഫ് മിസ്സിംഗ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ആർ ഈക്വൽ. അതായത് ഒരു സോളിഡിൽ എപ്പോഴും, ഒരു അയോണിക് സോളിഡിൽ എപ്പോഴും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതായത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. അപ്പൊ രണ്ടും കൂടി ന്യൂട്രൽ ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും അയോണിക് സോളിഡ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാറ്റയോൺ മിസ്സാവുമ്പോൾ, ഇപ്പൊ പോസിറ്റീവ് ചാർജുള്ള ഒരു അയോൺ മിസ്സായാൽ ഒരു നെഗറ്റീവ് ചാർജുള്ള അയോണും കൂടി മിക്സാവും, ഒരു ആനിയോണും കൂടി മിസ്സാവും. അതാണ്. അപ്പൊ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് മിസ്സാവും. ഓക്കെ, അപ്പോ അതാണ്. ഇവിടെ ഒരു ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു കാറ്റയോൺ വരേണ്ടതാണ്, അത് മിസ്സിംഗ് ആണ്. ഒരു പ്ലസ് ചാർജ് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം എന്തുണ്ട്? ഇവിടെ നിന്ന് ഒരു നെഗറ്റീവ് ചാർജ് മിസ്സിംഗ് ആണ്. അപ്പൊ പ്രശ്നം വരുന്നില്ല. അത് പോസിറ്റീവ് ചാർജ് മാത്രം മിസ്സായാൽ ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പോസിറ്റീവ് ചാർജ് മിസ്സാവുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ മിസ്സായിട്ടുണ്ട്. ഓക്കെ, അതാണ്. ഇവിടെയും ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെയും ഒരു നെഗറ്റീവ് ചാർജ് മിസ്സായി, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജ് മിസ്സാക്കി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് മിസ്സാവും. ഓക്കെ, അപ്പൊ ലൈക്ക് സിമ്പിൾ വേക്കൻസി ഡിഫക്റ്റ്, വേക്കൻസി ഡിഫക്റ്റ് പോലെ നേരത്തെ പറഞ്ഞ വേക്കൻസി ഡിഫക്റ്റ് പോലെ ആനിയോണും കാറ്റയോണും, ഈക്വൽ നമ്പർ ഓഫ് ആനിയോണും കാറ്റയോണും മിസ്സാവും. ഷോട്ട്കി ഡിഫക്റ്റ് ആൾസോ ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. കാര്യം ഇവിടെ ആനിയോണും കാറ്റയോണും മിസ്സാവുന്നുണ്ട്. അപ്പോൾ മാസിൽ വേരിയേഷൻ വരാം, അതിന്റെ ഭാഗമായിട്ട് ഡെൻസിറ്റിയിലും വ്യത്യാസം വരും. അപ്പോൾ ഷോട്ട്കി ഡിഫക്റ്റ് ആൾസോ ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. നമ്പർ ഓഫ് സച്ച് ഡിഫക്ട്സ് ഇൻ അയോണിക് സോളിഡ്സ് is quite significant. Schottky defect is shown by ionic substance in which the cation and anion are
of almost similar sizes. അപ്പോൾ ഷോർട്ട്കി ഡിഫക്റ്റ് ഏതുതരം അയോണിക് സോളിഡ്സിലാണ് സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആനയോൺസും കാറ്റയോണും ഏകദേശം സിമിലർ സൈസ് ആയിട്ട് വരുന്ന അയോണിക് സോളിഡ്സിലാണ് ഷോർട്ട്കി ഡിഫക്റ്റ് സംഭവിക്കുന്നത്. കാറ്റയോണിന്റെയും ആനയോണിന്റെയും സൈസിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഫ്രെങ്കൽ ഡിഫക്റ്റും, കാറ്റയോണും ആനയോണും ഏകദേശം സിമിലർ സൈസ് വരികയാണെങ്കിൽ അത്തരം സോളിഡ്സിൽ എന്തും വരും, ഷോർട്ട്കി ഡിഫക്റ്റും സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല, ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് മിസ്സാവുന്നു ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇരിക്കുന്ന സൈറ്റിൽ, അത് ഇരുന്നിരുന്ന സൈറ്റിൽ എന്ത് വരും, വേക്കൻസി ഡിഫക്റ്റ് വരും. അപ്പോൾ ഇവിടെ ആ പാർട്ടിക്കിൾസ് മിസ്സാവുന്നുണ്ട്, അയോൺസ് മിസ്സാവുന്നത് കൊണ്ട് മാസിൽ വേരിയേഷൻ വരും. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയിൽ ചേഞ്ച് വരും. പിന്നെ ഇത് കാണിക്കുന്നത് ആനയോണും കാറ്റയോണും ഏകദേശം സിമിലർ സൈസ് വരുന്ന സോളിഡ്സിലാണ്. എക്സാമ്പിൾ ആയിട്ട് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ് ആൻഡ് സിൽവർ ബ്രോമൈഡ് ഇത്തരത്തിലുള്ള അയോണിക് സോളിഡ്സ് ആണ് ഷോർട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് AGBR ഷോസ് ബോത്ത് ഫ്രെങ്കൽ ആസ് വെൽ ആസ് ഷോർട്ട്കി ഡിഫക്ട്സ്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ സിൽവർ ബ്രോമൈഡ് എന്ത് കാണിക്കും, രണ്ടും കാണിക്കും, ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കാറുണ്ട്, ഷോർട്ട്കി ഡിഫക്റ്റും കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ പഠിക്കാനുള്ളത്. വേക്കൻസി ഡിഫക്റ്റ്, ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ്, അത് രണ്ടും നോൺ അയോണിക് സോളിഡ്സിൽ, അത് രണ്ടും കൂടി അപ്ലൈ ചെയ്ത് അയോണിക് സോളിഡ്സിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോർട്ട്കി ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ വേക്കൻസി ഡിഫക്റ്റിൽ പാർട്ടിക്കിൾസ് മിസ്സാവുന്നു, ഡെൻസിറ്റിയിൽ വേരിയേഷൻ വരുന്നു, അതാണ് വേക്കൻസി ഡിഫക്റ്റ്. ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ആണ് ഇന്റർസ്റ്റിഷ്യൽ സൈറ്റ്, അവിടേക്ക് പാർട്ടിക്കിൾസ് വന്ന് ഒക്കുപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ് ആവും. അതുകൊണ്ട് എക്സ്ട്രാ പാർട്ടിക്കിൾസ് വന്ന് ഇന്റർസ്റ്റിഷ്യൽ സൈറ്റ്സിൽ ഒക്കുപ്പ് ചെയ്യുകയാണ്, അതുകൊണ്ട് മാസിൽ വേരിയേഷൻ, അതായത് മാസ് കൂടും, അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയും കൂടും. ഓക്കെ, പിന്നെ നോൺ അയോണിക് സോളിഡ്സിൽ പറഞ്ഞതാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്, ഷോർട്ട്കി ഡിഫക്റ്റ്. ഫ്രെങ്കൽ ഡിഫക്റ്റിൽ പോസിറ്റീവ് അയോൺ അതിരിക്കുന്ന, അതായത് കാറ്റയോൺ അതിരിക്കുന്ന ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറി ഇന്റർസ്റ്റിഷ്യൽ സൈറ്റ്സിൽ ഒക്കുപ്പ് ചെയ്യുന്ന ഡിഫക്റ്റ് ആണ്. അപ്പോൾ അവിടെ അയോൺസ് ഒന്നും മിസ്സാവുന്നില്ല, അതിൻ്റെ ഇരിക്കുന്ന സൈറ്റിൽ ഒരു വേക്കൻസി ഡിഫക്റ്റ് വരുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഡെൻസിറ്റിയിൽ വേരിയേഷൻ ഒന്നും ഇല്ല. ഫ്രെങ്കൽ ഡിഫക്റ്റ് സംഭവിക്കുന്നത് കാറ്റയോൺസിന്റെ സൈസും ആനയോൺസിന്റെ സൈസും തമ്മിൽ ലാർജ് ഡിഫറൻസ് വരുന്ന സോളിഡ്സിലാണ്, അയോണിക് സോളിഡ്സിലാണ്. ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും, അതായത് കാറ്റയോൺസും ആനയോൺസും മിസ്സാവും. അപ്പോൾ മിസ്സാവുന്ന സ്ഥലത്ത് വേക്കൻസി ഡിഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അപ്പോൾ മാസ് കുറയും, അതിന്റെ ഭാഗമായിട്ട് ഡെൻസിറ്റിയും കുറയും. ഇത് കാണിക്കുന്നത് എന്താണ്, ഒരേ സൈസ്, ഏകദേശം ഒരേ സൈസ് വരുന്ന കാറ്റയോണും ആനയോണും ഉള്ള അയോണിക് സോളിഡ്സിലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ ഇത് നാലുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് അതായത് പോയിന്റ് ഡിഫക്ട്സിലെ രണ്ടാമതായിട്ടുള്ളതാണ്. അപ്പോൾ are foreign atoms that replace some of the atoms making up the solid or that skews into the intersites. അതായത് നമ്മൾ നോർമലി ഉള്ള ഒരു സോളിഡിലുള്ള അയോണിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ഫോറിൻ ആറ്റമോ അല്ലെങ്കിൽ ഫോറിൻ അയോൺസോ ഒക്കെ വന്ന് അതിന്റെ സ്ഥാനത്തിരിക്കും. അപ്പം നോർമലി ആ സോളിഡിലുള്ള ഒരു പാർട്ടിക്കിളിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് വേറൊരു ആറ്റം, പുറമേ നിന്നുള്ള വേറൊരു ആറ്റം വന്ന് അല്ലെങ്കിൽ അയോൺ വന്ന് ആ സ്ഥാനത്തേക്ക് ഇരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ആണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അതായത് വേറെ ഇംപ്യൂരിറ്റി ആയിട്ടുള്ള വേറൊരു ആറ്റം വന്ന് ആ നോർമൽ അറേഞ്ച്മെന്റിൽ ഒരാറ്റത്തിനെ എടുത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ എടുത്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അതാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആർ ഫോറിൻ ആറ്റംസ് ദാറ്റ് റീപ്ലേസ് some of the atoms making up the solid or that skews into the intersites. For example നോക്കാം, if molten sodium chloride containing a little amount of strontium chloride is crystallized. അപ്പോൾ molten sodium chlorideൽ എന്ത് കാണപ്പെടുന്നുണ്ട്, ചെറിയ അളവിൽ strontium chloride കാണപ്പെടുന്നുണ്ട്. അപ്പോൾ strontium chloride എന്ന് പറയുമ്പോൾ SrCl2. ഓക്കെ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് കാണുന്നത്, Na+Cl-, Na+Cl-. അപ്പോൾ സോഡിയവും ക്ലോറിന്റെയും അയോൺസ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് എടുത്താൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു Sr2+ കയറി വന്നിട്ടുണ്ട്, സ്ട്രോൺഷ്യം ക്ലോറൈഡിന്റെ Sr2+, അല്ലെ. അപ്പോൾ ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോഡിയം അയോണിന് ഒരു പോസിറ്റീവ് ചാർജും സ്ട്രോൺഷ്യത്തിന് 2 പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സോഡിയം ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് 2+ ചാർജ് ഉള്ള ഒരു അയോൺ വരുമ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻ ചെയ്യാൻ വേണ്ടി ഒരു SR2+ വരുമ്പോൾ അവിടെ നിന്ന് മിസ്സാവുന്നത് 2 Na+ അയോണുകളായിരിക്കും. അപ്പോൾ ഒരു സ്ട്രോൺഷ്യം അയോൺ വരുമ്പോൾ അവിടെ നിന്ന് മിസ്സാക്കപ്പെടുന്നത് 2 Na+ അയോൺസ് ആയിരിക്കും. എങ്കിലേ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് സം ഓഫ് ദി സൈഡ്സ് ഓഫ് crystallized വരെ പറഞ്ഞു. അടുത്തത് സം ഓഫ് ദി സൈഡ്സ് ഓഫ് Na+ ions are occupied by SR2+. Each SR2+ ion replaces 2 Na+ ions. അതെന്തിനാണ്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ട്രോൺഷ്യം അയോൺ എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ ആണ്. അപ്പോൾ 2 പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ആ ഒരു ചാർജ് തമ്മിൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 2 Na+ പോകണം. എങ്കിൽ 2+ അയോൺസ് മിസ്സാവും. 2 പോസിറ്റീവ് ചാർജ് മിസ്സാവും. അതുകൊണ്ട് ഒരു SR2+ അയോൺ വരുമ്പോൾ 2 Na+ അയോൺസ് മിസ്സാവും അല്ലേ. ഒന്നിന്റെ സ്ഥാനത്ത് SR2+ ഇരിക്കുന്നു, അടുത്തൊരു Na+ ഇതാ ഇവിടെ നിന്നും മിസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ some of the sides of Na+ ions are occupied by SR2+. Each SR2+ ion replaces 2 Na+ ions. Okay, it occupies the site of one ion and the other site remains vacant. അപ്പോൾ ഒരു Na+ന്റെ സ്ഥലത്ത് അത് കയറിയിരിക്കും, തൊട്ട് അടുത്തുനിന്നുള്ള ഒരു Na+ മിസ്സാവും. ഓക്കെ, the cationic vacancies thus produced are equal in number of that of SR2+ ions. അപ്പോൾ അവിടെ എത്ര വേക്കൻസീസ്, കാറ്റയോൺ ഇരുന്ന സ്ഥലത്തുള്ള വേക്കൻസിയാണ് കാറ്റയോണിക് വേക്കൻസീസ്. അപ്പോൾ എത്ര കാറ്റയോൺ മിസ്സാവും എന്നുള്ളത് വരുന്ന SR2+ അയോണിനനുസരിച്ചിരിക്കും. ഇപ്പോൾ 2 SR2+ വരുവാണെങ്കിൽ 2 സ്ഥലത്ത് Na+ മിസ്സാവും. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ ഒരു SR2+ വന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന ഒരു Na+ ആൾറെഡി മിസ്സായിട്ടുണ്ട്. വേറൊരു സ്ഥലത്ത് ഒരു വേക്കൻസിയും കൂടെ വന്നു. ഒരു SR2+ കൂടെ വന്നതായി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ Na+ന്റെ സ്ഥലത്ത് ആ SR2+ കയറിയിരിക്കും. അപ്പോൾ ഈ Na+ മിസ്സാവും, റീപ്ലേസ് ചെയ്യും. തൊട്ടടുത്തുള്ള ഒരു Na+ കൂടെ പോകും. അപ്പോൾ ഇവിടെയും കൂടെ ഒരു വേക്കൻസി വരും. അതാണ്. അപ്പോൾ 2 SR2+ വരികയാണെങ്കിൽ ഇവിടെയും അങ്ങനെ 2 വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ 2 സ്ഥലത്ത് വേക്കൻസി വരും, കാറ്റയോണിക് വേക്കൻസീസ് വരും. ഓക്കെ, another similar example is the solid solution of cadmium chloride CdCl2, cadmium chloride and silver chloride. അപ്പോൾ വേറൊന്നുമില്ല, നോർമലി ഉള്ള ഒരു സോളിഡിലേക്ക് വേറൊരു ഫോറിൻ ആയിട്ടുള്ള പാർട്ടിക്കിൾ വന്ന് ഇരിക്കും. അപ്പോൾ അതിൻ്റെ ചാർജ് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ കേസിൽ SR2+ വരുമ്പോൾ 2 Na+ അയോൺസ് കുറയും. ഓക്കെ, അങ്ങനെ ഒരു അയോണിന്റെ സ്ഥലത്ത് കാറ്റയോണിക് വേക്കൻസി വരും, ഒരു അയോണിന്റെ സ്ഥലത്ത് ഈ അയോൺ കയറിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ആണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആണ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, പിന്നെ കാഡ്മിയം ക്ലോറൈഡ്, സിൽവർ ക്ലോറൈഡ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഡിഫക്ട്സ്. അപ്പോൾ പോയിന്റ് ഡിഫക്റ്റിൽ മൂന്നാമതായിട്ടുള്ള ഡിഫക്റ്റ് ആണ് നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ദീസ് ആർ ദി പോയിന്റ് ഡിഫക്ട്സ് ദാറ്റ് ഡിസ്റ്റർബ് ദി സ്റ്റോയിച്ചിയോമെട്രി ഓഫ് ദി സോളിഡ്. അപ്പോൾ സ്റ്റോയിച്ചിയോമെട്രിയെ ബാധിക്കുന്ന ഡിഫക്ട്സ് ആണ് സ്റ്റോയിച്ചിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റോയിച്ചിയോമെട്രിയെ ബാധിക്കുന്ന ഡിഫക്റ്റ് ആണ് നോൺ സ്റ്റോയിച്ചിയോമെട്രിക് ഡിഫക്റ്റ്. ദീസ് ഡിഫക്ട്സ് ആർ ഓഫ് 2 ടൈപ്സ്. അപ്പോൾ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിൽ തന്നെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ 2 രീതിയിൽ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസീസ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസീസ് എന്താണെന്ന് നോക്കാം. Alkali halides like sodium chloride and potassium chloride show this type of defect. അതായത് ആൽക്കലി ഹാലൈഡ്സ്, ആൽക്കലി മെറ്റൽസും ഹാലജൻ ആറ്റംസും കൂടി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആൽക്കലി ഹാലൈഡ്സ്. ഇപ്പോൾ ലൈക്ക് സോഡിയം ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ഷോ ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ്. അപ്പോൾ മെയിൻലി ഇത് കാണിക്കുന്നത് ആൽക്കലി ഹാലൈഡ്സ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കാം. When crystals of sodium chloride are heated in an atmosphere of sodium vapor, അതായത് സോഡിയം വേപ്പർ നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് സോഡിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ സോഡിയം വേപ്പറിന്റെ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്
the sodium atoms are deposited on the surface of the crystal. അതായത് സോഡിയം വേപ്പേഴ്സിലുള്ള സോഡിയം ആറ്റംസ് ഈ പറയുന്ന സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സോഡിയം വേപ്പറിന്റെ പ്രസൻസിലാണ് അത് ഹീറ്റ് ചെയ്യുന്നത്, സോഡിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഡിയം വേപ്പറിലുള്ള സോഡിയം ആറ്റംസ് സോഡിയം ക്ലോറൈഡിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the Cl- ions diffuse to the surface of the crystal and combine with the sodium atoms to give sodium chloride. എന്താണ്? The Cl- ions diffuse to the surface of the crystal and combine with the sodium atoms to give sodium chloride. അതായത് സോഡിയം വേപ്പറിലെ സോഡിയം ആറ്റംസ് ഇതിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലായിട്ട് എടുക്കുക, ഇതിന്റെ സർഫസിൽ സോഡിയം ആറ്റംസ് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. സോഡിയം ആറ്റംസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഈ ക്രിസ്റ്റലിലെ ക്ലോറിൻ അയോൺസ് ഡിഫ്യൂസ് ചെയ്ത് സർഫസിലേക്ക് പോകും. സർഫസിലേക്ക് പോയിട്ട് സർഫസിലുള്ള സോഡിയം ആറ്റംസുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യും. അപ്പോൾ ക്രിസ്റ്റലിലെ സോഡിയം ക്ലോറൈഡിൽ ഉള്ള ക്ലോറിൻ അയോൺസ് ആയിരുന്നു, അതാണ് സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്തിട്ട് സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്ത സോഡിയം ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ദിസ് ഹാപ്പൻസ് by loss of electrons by sodium atoms to form Na+ ions. അപ്പോൾ സോഡിയം ക്ലോറൈഡ് സർഫസിൽ ഇരിക്കുന്ന സോഡിയമായിട്ട് ക്ലോറിൻ ഉണ്ടാക്കുമെങ്കിൽ ഈ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സോഡിയം ആറ്റംസ്, അതായത് സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്ത സോഡിയം ആറ്റംസ് ഏത് അയോണായി മാറണം? Na+ അയോണായിട്ട് മാറണം. Na+ അയോണായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യണം. അപ്പൊ അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ്, അപ്പോൾ ഇത് റിലീസ്ഡ് ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ഇൻ ടു ദി ക്രിസ്റ്റൽ ആൻഡ് ഒക്കുപ്പൈ ആനിയോണിക് സൈറ്റ്സ്. അതായത് ഈ ക്രിസ്റ്റൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു Cl- അയോൺ ഇല്ല, ഇവിടെ ഒരു Cl- അയോൺ മിസ്സിംഗ് ആണ്. അതിന് പകരം ഒരു ഇലക്ട്രോണെ കാണിച്ചിട്ടുള്ളൂ. അതായത് സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്ത സോഡിയം ആറ്റം Na+ ആയി മാറുന്നു. ആ Na+ ആയിട്ട് ഇവിടെ ഇരുന്ന Cl- അയോൺ പോയി സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യിച്ചു. അപ്പോൾ Na+ ആവാൻ വേണ്ടി സോഡിയം അയോൺ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ആ ഇലക്ട്രോൺ എങ്ങോട്ട് വരും? ഇവിടെ നിന്ന് Cl- അയോൺ മിസ്സായ സ്ഥലത്തേക്ക് വരും. അതായത് ആനിയോണിക് വേക്കൻസിയിലേക്ക് വരും, അല്ലെങ്കിൽ ആനിയോണിക് സൈറ്റിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. സോഡിയം വേപ്പറിന്റെ പ്രസൻസിൽ സോഡിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ സോഡിയം വേപ്പറിലുള്ള സോഡിയം ആറ്റംസ് ക്രിസ്റ്റലിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് Na+ അയോൺ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ആ Na+ ആയിട്ട് ഈ ക്രിസ്റ്റലിലെ Cl-, ഈ ക്രിസ്റ്റലിൽ ആൾറെഡി ഉള്ള Cl- ഡിഫ്യൂസ് ചെയ്ത് സർഫസിലേക്ക് എത്തി ആ Na+ ആയിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകും. അപ്പോൾ ആ ആനിയോൺസ് മിസ്സാവുന്ന സ്ഥലത്ത് ആനിയോണിക് വേക്കൻസി ഉണ്ടാവും. നമുക്ക് ആനിയോണിക് സൈറ്റ് എന്ന് വിളിക്കാം. ആ ആനിയോണിക് സൈറ്റിലേക്ക് ഈ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോഡിയം റിലീസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? വന്നിരിക്കും, ആനിയോണിക് സൈറ്റിലേക്ക് വന്നിരിക്കും. അതാണ് ഈ ഇലക്ട്രോൺ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആസ് എ റിസൾട്ട് ദ ക്രിസ്റ്റൽ നൗ ഹാസ് ആൻ എക്സസ് ഓഫ് സോഡിയം. അപ്പോൾ എന്ത് ചെയ്തു? സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യല്ലേ സർഫസിലേക്ക്. അപ്പോൾ ആ ക്രിസ്റ്റലിൽ എന്ത് പറ്റും? സോഡിയത്തിന്റെ എണ്ണം കൂടും, എക്സസ് ഓഫ് സോഡിയം വരും. ഓക്കെ, അപ്പോൾ ഇനി ദ ആനിയോണിക് സൈറ്റ്സ് ഒക്കുപ്പൈഡ് ബൈ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് എഫ് സെന്റേഴ്സ്. അപ്പോൾ ഈ ആനിയോണിക് സൈറ്റ് ഒരു ഇലക്ട്രോൺ ഇരിപ്പുണ്ടല്ലോ, അൺപെയ്ഡ് ഇലക്ട്രോൺ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇത്തരം സൈറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എഫ് സെന്റേഴ്സ്. എഫ് സെന്റേഴ്സ് അതെന്താണെന്ന് നോക്കാം. പ്രാക്ടിക്കലുണ്ട്. ഫ്രം ദി ജർമ്മൻ വേർഡ് ഫെർബൻ സെന്റർ ഫോർ കളർ സെന്റർ. ഫെർബൻ സെന്റർ എന്നുള്ളതിന്റെ എഫ് ആണ് അവിടെ വന്നത് എന്ന് പറഞ്ഞാൽ കളർ സെന്റർ, നിറം കൊടുക്കുന്ന ഒരു സെന്റർ. അപ്പോൾ ദേ ഇമ്പാർട്ട് യെല്ലോ കളർ ടു ദി ക്രിസ്റ്റൽസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അതായത് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇത്തരം ഡിഫക്റ്റ് ഉള്ള സോഡിയം ക്ലോറൈഡ്സിന് എന്ത് കൊടുക്കും? യെല്ലോ കളർ കൊടുക്കും. യെല്ലോ കളറിന് കൊടുക്കാൻ കാര്യം ഫെർബൻ സെന്റർ ആണ്, അതായത് ആ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ പ്രസൻസ് ആണ്. അതായത് the color results by excitation of these electrons when they absorb energy from the visible light falling on the crystals. അതായത് ആ ക്രിസ്റ്റലിൽ വീഴുന്ന വിസിബിൾ ലൈറ്റിൽ നിന്ന് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന് എക്സൈറ്റേഷൻ സംഭവിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് അതിന് യെല്ലോ കളർ ഇമ്പാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ സിമിലർലി എക്സസ് ഓഫ് ലിഥിയം മേക്സ് ലിഥിയം ക്ലോറൈഡ് ക്രിസ്റ്റൽസ് പിങ്ക്. അപ്പൊ ഇതേ രീതിയിൽ ലിഥിയം ക്ലോറൈഡിലേക്ക് ഒരുപാട് ലിഥിയം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ച് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒക്കെ വരും. അതായത് ഫെർബൻ സെന്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ലിഥിയം ക്ലോറൈഡിന് എന്ത് വരും? പിങ്ക് കളർ വരും. ആൻഡ് എക്സസ് ഓഫ് പൊട്ടാസ്യം മേക്സ് പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റൽസ് വയലറ്റ് ഓർ ലൈലാക്ക് കളർ. വയലറ്റ് കളർ വരും. പൊട്ടാസ്യം ക്ലോറൈഡിന് ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ, അതായത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസീസ് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വയലറ്റ് കളർ കിട്ടും. അപ്പൊ എക്സാമ്പിൾസ് എല്ലാം നോക്കണം. ലിഥിയം ക്ലോറൈഡ് പിങ്കും പൊട്ടാസ്യം ക്ലോറൈഡ് വയലറ്റും ആണ്. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ യെല്ലോ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ആണ്. അതായത് ആനിയോണിക് സൈറ്റ് വരും. ഒരുപാട് മെറ്റൽ വന്ന് സർഫസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മെറ്റൽ എക്സസ് ആവും. അതുപോലെ തന്നെ അതിന്റെ ആനിയോണിക് സൈറ്റിൽ ഇലക്ട്രോൺ വന്നിരിക്കും. അൺപെയ്ഡ് ഇലക്ട്രോൺ വന്ന് ഇരിക്കും. ആ ഇലക്ട്രോണ് ആ വിസിബിൾ ലൈറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ കളർ ഇമ്പാർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ കളർ കൊടുക്കാൻ കാര്യം ആ ഇലക്ട്രോൺ ആയതുകൊണ്ട് ആ ഇലക്ട്രോൺ വന്നിരിക്കുന്ന ആ ഒരു സെന്ററിനെ വിളിക്കുന്ന പേരാണ് ഫെർബൻ സെന്റർ അല്ലെങ്കിൽ എഫ് സെന്റർ. അപ്പോൾ അതിന്റെ മീനിങ് കളർ സെന്റർ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസീസ്. ഓക്കെ, മൊത്തത്തിൽ ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ്, അതിൽ തന്നെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ തന്നെ രണ്ടാമതുള്ളതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റിയോൺസ് അറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. നേരത്തെ പറഞ്ഞത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി, ആനിയോൺസ് മിസ്സായിട്ട് അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ വരും. ഓക്കെ, ഇനി അതിൽ തന്നെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ വരുന്ന രണ്ടാമതൊരു കേസാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റിയോൺസ് അറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. വായിച്ചു നോക്കാം. ഇൻ ദിസ് ഡിഫക്റ്റ്, on heating the compound, it releases extra cations. These cations occupy the interstitial sites in crystals and the same number of electrons goes to neighboring interstitial sites. വേറൊന്നുമല്ല, ചില കോമ്പൗണ്ട്സ് ഹീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? എക്സ്ട്രാ കാറ്റിയോൺസ് ഉണ്ടാവുമെന്നാണ്. ഇറ്റ് റിലീസസ് എക്സ്ട്രാ കാറ്റിയോൺസ്. അങ്ങനെ വരുന്ന കാറ്റിയോൺസ് എന്ത് ചെയ്യും? ആ ക്രിസ്റ്റലിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ ഒക്കുപ്പൈ ചെയ്യും. അതുപോലെ തന്നെ ദ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗോ ടു ദി നൈബറിംഗ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കാറ്റിയോൺസും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് പോവും. അവിടെ വരുന്ന, അങ്ങനെയാണെങ്കിൽ അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന ആ ഇലക്ട്രോൺസും എന്ത് ചെയ്യും? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് പോവും. ഒന്നുമില്ല, ചില കോമ്പൗണ്ട്സ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ കാറ്റിയോൺസ് എക്സ്ട്രാ വരികയും ആ കാറ്റിയോൺസ് ആ ക്രിസ്റ്റലിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ ഒക്കുപ്പൈയും ചെയ്യും. അതോടൊപ്പം റിലീസ് ചെയ്യപ്പെടുന്ന ആ ഒരു ഇലക്ട്രോൺസും എന്ത് ചെയ്യും? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ തന്നെ ഒക്കുപ്പ് ചെയ്യും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, സിങ്ക് ഓക്സൈഡ് ഈസ് വൈറ്റ് ഇൻ കളർ അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ എന്താണ് സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത്? വൈറ്റ് കളറുള്ള സോളിഡ് ആണ്. ഇവിടെ സംഭവിക്കുന്നതാണ് ഓൺ ഹീറ്റിംഗ് ഇറ്റ് ലോസസ് ഓക്സിജൻ ആൻഡ് ടേൺസ് യെല്ലോ. അതായത് സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് Zn O ആണ്. അപ്പോൾ ആ ഒരു ക്രിസ്റ്റലിൽ സിങ്ക് അയോണും, അതായത് Zn2+ അയോണും O2- അയോൺസും ആണ് ഉള്ളത്. അപ്പോൾ ഹീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതൊന്നല്ല, ഓക്സിജൻ മിസ്സാവും, ഓക്സിജൻ ലോസ് ആവും. ഓക്സിജൻ ലോസ് ആയാൽ ഓക്സിജൻ ലോസ് ചെയ്യുന്ന അവിടെയുള്ള എല്ലാം എന്തുണ്ടാവും? Zn2+ അയോൺസ് മാത്രമാവും. ഓക്കെ, അപ്പൊ സിങ്ക് ഓക്സൈഡിൽ നിന്ന് ഈ ഓക്സിജൻ മിസ്സായി കഴിഞ്ഞാൽ അവിടെയെല്ലാം Zn2+ അയോൺസ് മാത്രമാകും. ഈ Zn2+ എവിടെ പോകും? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് പോയി ഒക്കുപ്പ് ചെയ്യും. അതോടൊപ്പം Zn2+ ആകാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യപ്പെടണമല്ലോ. ആ ഇലക്ട്രോൺ എവിടെയും പോകും? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്കും പോകും. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നോക്കാം. ഇവിടെ ZnO, ഇവിടെ Zn2+ അയോൺ കാണിച്ചിട്ടുണ്ട്, പ്ലസ് ഹാഫ് O2. അപ്പോൾ ഇവിടുന്ന് സിങ്ക് ഓക്സൈഡിൽ നിന്ന് ഒരു ഓക്സിജൻ ആക്കി കാണിക്കണം. അതിനാണ് ആ ഫോട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒരു ഓക്സിജൻ മിസ്സായി. ബാക്കി വന്നത് Zn2+ഉം. Zn2+ റിലീസ് ചെയ്ത് കളഞ്ഞ ഇലക്ട്രോൺ, Zn2+ ആകാൻ വേണ്ടി സിങ്ക് റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ് E2-. അപ്പോൾ സിങ്ക് അയോണും ഏതും 2 ഇലക്ട്രോണും. അപ്പോൾ ഈ അയോൺ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് പോകും. അതുപോലെ തന്നെ ഈ ഇലക്ട്രോൺസും എവിടെ പോകും? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് പോകും. അപ്പോൾ ഹീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓക്സിജൻ ലോസ് ആവുന്നു. ഓക്സിജൻ ലോസ് ആകുമ്പോൾ അവിടെ എക്സ്ട്രാ കാറ്റിയോൺസ് Zn2+ അയോൺസ് മാത്രം കാണപ്പെടും. ഈ Zn2+ എല്ലാം ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് പോകും. അതോടൊപ്പം സിങ്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസും എന്ത് ചെയ്യും? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ തന്നെ പോയി ഒക്കുപ്പ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോണിന്റെ പ്രസൻസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് കിട്ടും?
കളറ് കിട്ടും. SN2+ വരുന്നു, 2 ഇലക്ട്രോൺ ഫ്രീ ആവുന്നു, ആ 2 ഇലക്ട്രോണെല്ലാം ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് പോകുന്നു, ആ ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ട് ഇതിന് എന്ത് കിട്ടും? കളറ് കിട്ടും. The excess of SN2+ ions move to interstitial sites and the electrons to neighboring interstitial sites. അപ്പോൾ SN2+ നേരത്തെ പറഞ്ഞ കണക്ക് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ പോവും, ഇലക്ട്രോൺസും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിലേക്ക് പോകും. അപ്പോൾ ഇത്തരം ഡിഫക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ്. ആനിയോൺസ് പോയി, പിന്നെ അവിടെ കാറ്റയോൺസ് മാത്രമാവും. എക്സ്ട്രാ കാറ്റയോൺസ് അറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. അപ്പോൾ തൊട്ടുമ്പ് പറഞ്ഞത് നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പറിന്റെ അറ്റ്മോസ്ഫിയറിലാണ് ഹീറ്റ് ചെയ്തത്. അപ്പോൾ സോഡിയം ആറ്റംസ് സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ കേസിൽ ഇത്തരം സോളിഡ്സ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടുന്ന് ആനിയോൺസ് മിസ്സാവും. ഇവിടെ നമ്മൾ ഓക്സിജൻ ആണ് ഇവിടുത്തെ സിങ്ക് ഓക്സൈഡിലെ ആനിയോൺ എന്ന് പറയുന്നത്. അത് മിസ്സായിട്ട് ഇവിടെ എക്സ്ട്രാ കാറ്റയോൺസ് വരും. അത് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ ഒക്യുപ്പ് ചെയ്യും. ആ ആനിയോണും ഫ്രീ ആവുന്ന ഇലക്ട്രോൺസും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ ഒക്യുപ്പ് ചെയ്യും. ഓക്കെ, അതാണ് വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അതായത് നേരത്തെ 2 കേസിലും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആയിരുന്നു. അതായത് ഒരുപാട് മെറ്റൽ അയോൺസ് വരുന്നു. ആദ്യം പറഞ്ഞ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി, അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു സർഫസിലെ മെറ്റൽ അയോൺസ്, മെറ്റൽ ആറ്റംസ് ഡെപ്പോസിറ്റ് ചെയ്ത് മെറ്റൽ അയോൺസ് ആയി. രണ്ടാമത് പറഞ്ഞത് എന്താണ്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ് അറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. അവിടെയും ആനിയോൺസ് മിസ്സാവുന്നതിന്റെ ഭാഗമായിട്ട് മെറ്റൽ അയോൺസ് എക്സ്ട്രാ വന്നു. ഇവിടെയാണെങ്കിൽ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഇൻ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എ കാറ്റയോൺ ഈസ് മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് ലാറ്റിസ് സൈറ്റ്. അതായത് ഇവിടെ ആ മെറ്റൽ എന്ന് പറയുമ്പോൾ കാറ്റയോൺ ആയിരിക്കും. കാറ്റയോൺ എന്ത് ചെയ്യുന്നു? അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മിസ്സാവും. To maintain electrical neutrality, one of the nearest metal ions acquires an extra positive charge. This type of defect occurs in compounds where the metal can exhibit variable valency, അതായത് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ്. എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു ക്രിസ്റ്റലിൽ പോസിറ്റീവ് അയോൺ നെഗറ്റീവ് അയോൺ ഉണ്ടെന്ന് പറഞ്ഞു. അത് തമ്മിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തും ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു സോളിഡിൽ നിന്ന് കാറ്റയോൺ മിസ്സാവുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കാറ്റയോൺ മിസ്സായാൽ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന അടുത്ത മെറ്റൽ അയോൺ അതിന്റെ ചാർജ് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ചാർജ് കൂട്ടും. മിസ്സായ കാറ്റയോണിന്റെ ചാർജും കൂടെ തൊട്ടടുത്തുള്ള പോസിറ്റീവ് അയോൺ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിക്കും. എന്നിട്ട് വീണ്ടും അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ആ ഒരു മെറ്റൽ അപ്പോഴവിടെ എന്ത് കാണിക്കും? വേരിയബിൾ വാലൻസി കാണിക്കുന്ന കാറ്റയോൺ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. വേരിയബിൾ വാലൻസി, അതായത് അത് തന്നെ ചാർജ് മറ്റൊരു ചാർജും കൂടി അത് കാണിക്കും, മറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടി അത് കാണിക്കും. അപ്പോൾ ആ രീതിയിലുള്ള മെറ്റൽ അയോൺസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എക്സാമ്പിൾ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസിഷൻ മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ആയിട്ട്, അതായത് ഡി ബ്ലോക്ക് എലമെന്റിലാണ് ഡി ബ്ലോക്കിലാണ് എന്ത് വരുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ് വരുന്നത്. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ വേരിയബിൾ വാലൻസി. അപ്പോൾ ഒന്നിലധികം ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ളതാണ്. അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കുന്നത്, ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് കാണിക്കുന്നത് മെയിൻലി എന്താണ്? ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇൻ ക്രിസ്റ്റൽസ് ഓഫ് FeO, അയൺ ഓക്സൈഡ് ആണ് തന്നേക്കുന്നത്. ക്രിസ്റ്റൽസ് ഓഫ് FeO. ഈ ഒരു ക്രിസ്റ്റലിൽ സം Fe2+ cations are missing and the loss of positive charge is made up by the presence of required number of Fe3+ ions. അതായത് ഇപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ FeO ക്രിസ്റ്റലിൽ നിന്ന് ഒരു Fe2+ അയോൺ മിസ്സായെന്ന് വെച്ചോ. ഒരു FeO മോളിക്യൂളിൽ നിന്ന് ഒരു അല്ലെങ്കിൽ ക്രിസ്റ്റലിൽ നിന്ന് Fe2+ അയോൺ മിസ്സായി. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 2 പോസിറ്റീവ് ചാർജിന്റെ കുറവ് വരില്ലേ? അല്ലേ? 2 പോസിറ്റീവ് ചാർജിന്റെ കുറവ് വന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള 2 Fe2+ അയോൺസ് എന്തായിട്ട് മാറും? Fe3+ ആയിട്ട് മാറും. അപ്പോൾ ഒരു Fe2+ മിസ്സാകുമ്പോൾ 2 പോസിറ്റീവ് ചാർജിന്റെ കുറവ് വന്നു. അപ്പോൾ ആ ക്രിസ്റ്റലിൽ തന്നെയുള്ള മറ്റ് 2 Fe3+ ആയി അങ്ങ് മാറും. 2+ ആയിട്ട് നിൽക്കുന്ന Fe2+ അയോൺസ് എന്തായിട്ട് മാറും? Fe3+ അയോൺസ് ആയിട്ട് മാറും. ഒരു പോസിറ്റീവ് ചാർജോടെ ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജോടെ ഒരു Fe2+ ഇൻക്രീസ് ചെയ്തു, അത് Fe3+ ആയി മാറി. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് അവിടെ ന്യൂട്രൽ
മെയിൻറ്റെയിൻ ചെയ്തു. അടുത്തൊരു Fe2+ കൂടെ Fe3+ ആയി മാറുമ്പോൾ അടുത്ത ഒരു പോസിറ്റീവ് ചാർജും കൂടെ അവിടെ വരും. അങ്ങനെ രണ്ട് പോസിറ്റീവ് ചാർജും കൂടെ അവിടെ വീണ്ടും എക്സസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ വീണ്ടും അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വൺ ഓഫ് ദി നിയറസ്റ്റ് മെറ്റൽ അയോൺസ് അക്വേഴ്സ് ആൻ എക്സ്ട്രാ പോസിറ്റീവ് ചാർജ്. അതായത് അതിപ്പോൾ പറഞ്ഞു Fe2+ മിസ്സാവുമ്പോൾ ആ നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് മെറ്റൽ അയോൺസ്, അപ്പോൾ അടുത്ത രണ്ട് Fe2+ എന്തായിട്ട് മാറും? Fe3+ ആയി മാറും. അപ്പോൾ ഈ Feക്ക് രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് വാലൻസി കാണിക്കാൻ പറ്റും അല്ലെ? 2+ കാണിക്കാം, 3+ കാണിക്കാം. അപ്പോൾ 2+ കാണിച്ചുകൊണ്ടിരിക്കുന്ന Fe2+ അയോൺസ് ഒരെണ്ണം Fe3+ ആയി മാറും, അടുത്തതും കൂടെ Fe3+ ആയി മാറും. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഒരേ അയോൺ ഇൻക്രീസ് ചെയ്തു, അടുത്ത Fe2+ കൂടെ ഒരു പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്ത് Fe3+ ആയി. അപ്പോൾ 1+, 1+. അപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജ് മൊത്തത്തിൽ അവിടെ എക്സ്ട്രാ വന്നു. അത് ഈ മിസ്സായ Fe2+ന്റെ രണ്ട് പോസിറ്റീവ് ചാർജിനെ മെയിൻറ്റെയിൻ ചെയ്തോളും. ഓക്കെ, അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇൻ ക്രിസ്റ്റൽസ് ഓഫ് FeO some Fe2+ cations are missing and the loss of positive charge is made up by the presence of required number of Fe3+. അപ്പോൾ Fe2+ ഒരെണ്ണം മിസ്സാവണമെങ്കിൽ രണ്ട് Fe3+ അയോൺസ് അവിടെ ഫോം ചെയ്യും. Fe2+ ആയി നിൽക്കുന്നത് Fe3+ ആയി മാറിക്കൊണ്ട് രണ്ട് Fe3+ ആയി മൊത്തം മാറും. അങ്ങനെ ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി പോയിന്റ് ഡിഫക്ട്സിന്റെ ക്ലാസിഫിക്കേഷൻസ് തീരുവാണ്. അപ്പോൾ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്, അതായത് ഡിഫക്ട്സ് കംപ്ലീറ്റ് ആയി. നമ്മൾ അതിൽ മുഴുവൻ പഠിച്ചത് പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ചാണ്. ലൈൻ ഡിഫക്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഒന്ന് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. സോളിഡ്സിന്റെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയും. പിന്നെ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഉണ്ട്. മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുന്നത്, വോയിഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.